ആറ്റുകാട് വാട്ടർ പ്ലാന്റ്സ് ആണ് ഇവിടെ അടുത്ത ഭാഗത്ത് കാണുന്നത്. അതിൻ്റെ മുകളിൽ കൂടെയുള്ള പാലത്തിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ പാലമാണ്, ഒരു വണ്ടിക്ക് മാത്രം പോകാവുന്നത്. പാലം കഴിഞ്ഞാൽ ഒരു ഡീപ്പ് ആയിട്ടുള്ളൊരു കയറ്റമാണ്. കാറുകളൊക്കെ ചിലപ്പോൾ ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും. നമസ്കാരം, എല്ലാവർക്കും ജിംനി എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ആറ്റുകാട് വാട്ടർഫാളാണ്, മൂന്നാറിലെ. ഇപ്പോൾ ആറ്റുകാട് വാട്ടർഫാളിൻ്റെ മുകളിൽ കൂടെയുള്ള ആ നാരോ ബ്രിഡ്ജിൽ കൂടെയാണ് നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്നത്. നിങ്ങൾക്ക് അവിടെ വരികയാണെങ്കിൽ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വന്നിട്ട് ഈ ഒരു ചെറിയ വില്ലേജിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് വണ്ടി തിരിക്കാം, ഇവിടെ കണ്ട് ഭംഗി ആസ്വദിച്ച് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ മൂന്നാറിൻ്റെ ഒരു ചെറിയ വില്ലേജ് ഇവിടെ കാണിക്കാം അടുത്തൊരു വീഡിയോയിൽ നിന്ന്. ആ ഒരു വില്ലേജിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റും തേയിലത്തോട്ടങ്ങളാണ്. നമ്മളല്പം പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ ടെമ്പിളുണ്ട്. ആ ടെമ്പിളിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് ആ ഗ്രാമഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു പോരുകയാണ്. ഒരു ചെറിയ വീഡിയോ ആണിത്. നമുക്ക് ആ ഗ്രാമാന്തരീക്ഷത്തിൻ്റെ ഭംഗിയൊന്ന് ആസ്വദിക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ തുടർന്ന് കാണുക. വണ്ടികൾ വന്നുണ്ട് ഇങ്ങനെ ഒടുക്കി വന്നാൽ മതി. നമുക്ക് അവിടെ കണ്ട പിന്നെ എവിടെയും പോയി തിരിച്ചു വന്നതാവും. എവിടെയും പോയി തിരിച്ചു വരാൻ വഴികാറ്റെന്ന് പറഞ്ഞില്ലേ, മഴ പോയിട്ട് നല്ല എന്താ ക്ലിയർ ആയിരുന്നൊക്കെ. വെയില് കണ്ടു അവിടെ ഭാഗത്ത്. പെട്ടെന്ന് വെയില് ആകെ ഒരു തെളിച്ചം കണ്ടു. ആ കുന്നിന്റെ മുകളില് വെയിലിന്റെ വെളിച്ച ആ ഭാഗത്തൊക്കെ തേയിലത്തോട്ടത്തിലൊക്കെ നല്ല വെയില് വെളിച്ചു. ഇവിടെയൊക്കെ ചെടികൾക്കൊരു തിളക്കം കണ്ടു. എന്നിട്ട് മരങ്ങളിൽ സിൽവർ ഓക്സ് ഇതേ മരം അവിടെ കാണുന്നത്. ഒരു ഓക്ക് മരം കേട്ടിട്ടില്ലേ? ഓക്ക് കൂടുതൽ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ഓക്ക് ഉണ്ടാവുന്നത്. ഓക്കിലൊന്നുമില്ല. ഓക്കിന്റെ മരം ഇതിനെടുക്കാം, നമ്മൾ ഫർണിച്ചറിനൊക്കെ എടുക്കും. കസേര മേശയൊക്കെ ഉണ്ടാക്കാനേ. ഏതൊക്കെയോ ഇതുണ്ടല്ലോ, എന്താണ് വീടുകളോ ഒന്നുകൂടിയൊക്കെ മലയോ ലേബറേഴ്സിന്റെ സ്ഥലം തോന്നില്ല. ഇവിടെ വരെ പോകുന്നതായിരിക്കും. വാട്ടർഫോൾസ് ഇവിടെ എന്താണ് ചോദിച്ചു നോക്കായിരുന്നു. അമ്പലം കാണാണ്ട് വാട്ടർഫോൾസ് അങ്ങനെയാണ്. അത് വഴിയൊക്കെ ഒന്ന് കാണാറ്. അത് വില ചേട്ടന്മാരെ എന്തിനായിരിക്കും.
അതൊക്കെ ഇറങ്ങണേ അതാണ് ഈ മൗണ്ടൻ ക്ലൈംബിംഗ് എന്ന് പറഞ്ഞല്ലേ. അതൊക്കെ ഇറങ്ങിക്കോളാം. ഇവിടെ വഴുക്കിയിട്ടുണ്ട് ആരോ കണ്ട മനസ്സിലായോ? വഴിക്കേ പാടില്ല. എന്നെ പിടിക്കാൻ വന്നിട്ട് തന്നു കഴിഞ്ഞാൽ നീ എന്നെ കുറച്ച് പിടിക്കും, ബാക്കി നീ ചെയ്യുന്നത്. അയ്യോ ഞാനില്ല, വെള്ളം പോണ വഴിയാ. എടി എന്താ വെള്ളത്തിൽ മോഹം. നിങ്ങൾക്കറിയില്ല ഞാൻ മൗണ്ടൻ ക്ലൈംബിംഗ് എക്സ്പേർട്ടാണ്. പശു ഉണ്ടാവും. തണുക്കണില്ലേ വീട്ട്? വണ്ടി വരുന്നുണ്ടോ? ഇതേമാതിരി ഒരു ക്ലൈമറ്റ് നമുക്ക് മൂന്നാറിൽ ഒരിക്കലും ജീവിതത്തിൽ കിട്ടില്ല. അപ്പൊ ജീവിതത്തിൽ കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാ നമ്മൾക്ക് കിട്ടിയേ? ഈ കുട്ടിയല്ലേ ഞങ്ങൾ ഈ മുത്തശ്ശന് 10-68 വയസ്സാണ്. ഞങ്ങൾ എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇത്ര നല്ലൊരു ആംബിയൻസ് ഉണ്ടായിട്ടേ ഇല്ല. ഇങ്ങനൊരു മഴ, തണുപ്പ്, വെയില്, നല്ല തെളിച്ചം. നല്ലതാണ്. നമ്മുടെ ഒരാളുടെ മറ്റുള്ളവരുടെ ഇതിനില്ലാണ്ട് നമ്മളിവിടെ ഒന്നും കണ്ടില്ല ശരിക്കും പറഞ്ഞ ഇതുവരെ മൂന്നാറിൽ വന്നിട്ട്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഈ വെള്ളേ ടാങ്കിലേക്ക് വീട്ടിലുള്ള വെള്ളമാവും. ഇവിടെ കാറ്റത്ത് പറന്നു പോകാതിരിക്കാനാ. വിട്ടു നോക്ക, വീടിന്റെ പുറത്ത് ചാക്കും കല്ലും ഒക്കെ വെച്ചിട്ട് കാറ്റത്ത് പറന്നു പോകും. അല്ലെങ്കിൽ ഒരു ഷീറ്റ് ഭയങ്കര കാറ്റായിരിക്കും ഇവിടെ. മൂന്നാർ വന്നാൽ ഉള്ളിൽ ഇടല പോയിട്ട് കാണാനുള്ള സംഗതികൾ വെച്ച് തന്നെയാണ് ശരിക്കും ഇങ്ങനെ കാണണം. അല്ലാതെ ടൗണിൽ വന്നിട്ട് എന്തെങ്കിലും കണ്ടുപോയിട്ട് എന്താ കാര്യം? കുന്നിന്റെ ചെരുവില് ആ ബിൽഡിങ് നിക്കണത് നോക്കൂ. അയ്യോ ശരിക്കും അതിന്റെ ഒരു സ്ലോപ്പില് അല്ല മോളിൽ നിന്ന് തന്നെയാണ് ഞാൻ ബിൽഡിങ് പണിത്